എൽ എൻ ബാരെ ഇൻഡസ്ട്രിയൽ ഗ്യാസ് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 1973 കമ്പനി ഇൻഡസ്ട്രിയൽ ഗ്യാസസിൻ്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ സപ്ലൈയുമാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻസ് അല്ലെങ്കിൽ നൈട്രജൻ അല്ലെങ്കിൽ ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെയുള്ള ഗ്യാസുകളുടെ പ്രൊഡക്ഷനും സപ്ലൈ ആണ് ചെയ്യുന്നത്. അതുപോലെ അവരുടെ ക്ലയൻസിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഇപ്പോൾ തന്നെ നല്ല ഒരു ക്ലയൻറ്റ് ബേസ് അവർക്ക് ഓൾറെഡി ഉണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഡിഫൻസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ ഷിപ്പ് യാർഡ്സ്, അതുപോലെ റെയിൽവേസ് നോക്കിക്കഴിഞ്ഞാൽ ജൂപ്പിറ്റർ വാഗൺസ്, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, ഇവരൊക്കെ ഓൾറെഡി അതിൻ്റെ ക്ലയൻ്റാണ്. 852 കോടിയുടെ IPO ആണ് ഇപ്പോൾ ലിസ്റ്റ് അയക്കുന്നത്. അതിൽ 400 കോടി ഫ്രഷ് ഇഷ്യൂ ആണ്, 452 കോടി ഓഫർ ഫോർ സെയിലാണ്. 24-ാം തീയതിയാണ് IPO സ്റ്റാർട്ടായത്. 26 വരെയാണ് അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ്. 27-നാണ് അതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത്. 1-ാം തീയതിയാണ് ലിസ്റ്റിംഗ് വരുന്നത്. പ്രൈസ് ബാൻഡ് എന്ന് പറയുമ്പോൾ 380-നും 400-നും ഇടയ്ക്കാണ് അതിൻ്റെ പ്രൈസ് ബാൻഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ 37 ഷെയറുകളുടെ ഏകദേശം 14,060 രൂപയുടെ ലോട്ടുകളായിട്ടായിരിക്കും അത് അവൈലബിൾ ആകുന്നത്. റീറ്റെയിലേഴ്സിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് 35%. സോ ഈ ഒരു എമൗണ്ടിൽ തന്നെ 210 കോടി രൂപ അവരുടെ റീപേയ്മെൻറ്റ് ഓഫ് ലോണുകൾക്കും അതുപോലെ 104 കോടി രൂപ അവരുടെ ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമായിരിക്കും ഉപയോഗിക്കുന്നത്. കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2023 നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 203 കോടിയാണ്. എന്നാൽ 2024 അത് 250 കോടിയായി, 25 ആയപ്പോഴേക്കും 333 കോടിയായി. അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 2023 28 കോടിയും, അതുപോലെ 2024 45 കോടിയും, 2025 83 കോടിയുമായി. കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് 2023 223 കോടിയും, 2024 290 കോടിയും, 2025 348 കോടിയുമാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റേഷ്യോസിനെ പറ്റി പറയുമ്പം റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് 16.88%. അതുപോലെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് 13.71%. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.32% ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല, ജസ്റ്റ് ഇൻഫർമേഷൻസ് മാത്രം. സോ ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പും നല്ലപോലെ ആലോചിക്കുക, ആലോചിച്ചതിന് ശേഷം മാത്രം ഡിസിഷൻ എടുക്കുക.